ഭൂമിയിൽ ശ്വാസം വിടുമ്പോൾ തന്നെ ശ്വാസം ഐസായി മാറുന്ന ഒരു സ്ഥലം, വാഹനങ്ങൾ 24 മണിക്കൂറും ഓടിക്കൊണ്ടിരിക്കേണ്ട സ്ഥലം, കാരണം ഒരിക്കൽ ഓഫ് ചെയ്താൽ എഞ്ചിൻ എന്നേക്കുമായി മരവിക്കും, സൂര്യൻ ദിവസത്തിൽ 3 മണിക്കൂർ മാത്രം പ്രകാശിക്കുന്ന സ്ഥലം. രാത്രികൾ അനന്തമായ ഇരുട്ട് പോലെ തോന്നുന്നു, എന്നിട്ടും ഈ സ്ഥലത്ത് ആളുകൾ ജീവിക്കുകയും അതിജീവിക്കുകയും എല്ലാ ദിവസവും മാരകമായ തണുപ്പിനോട് പോരാടുകയും ചെയ്യുന്നു. ഇത് ഒരു ഫാന്റസി അല്ല, ഇത് ഒമിയാക്കോൺ ആണ്. ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള ജനവാസമുള്ള ഗ്രാമം, താപനില -70°C എത്തിയിരിക്കുന്നു. പ്രകൃതി അതിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് മനുഷ്യരാശിയെ പരീക്ഷിക്കുന്ന സ്ഥലം. ഇന്ന് നമ്മൾ സന്ദർശിക്കും സൈബീരിയയിലൂടെയുള്ള ഒരു യാത്രയിൽ, തണുപ്പ് ഒരു നിഗൂഢയും ഒരു പ്രതിസന്ധിയും ജീവിതത്തിന്റെ അടിത്തറയും കൂടിയാണ്. റഷ്യയുടെ വിദൂര ഫാർ ഈസ്റ്റേൺ സൈബീരിയയുടെ വെളുത്ത വിജനതയിൽ ഒരു ചെറിയ പൊട്ട് ഒമിയാക്കോൺ സ്ഥിതി ചെയ്യുന്നു. ഭൂപടത്തിൽ അത് വെറുമൊരു പേര് പോലെ തോന്നുന്നു, എന്നാൽ കരയിൽ മനുഷ്യന്റെ ധൈര്യത്തിന്റെ ഏറ്റവും കഠിനമായ പരീക്ഷണമാണിത്. റഷ്യയിലെ ഏറ്റവും വലുതും എന്നാൽ ജനസംഖ്യ കുറഞ്ഞതുമായ യാഗുട്ടിയ മേഖലയിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുമുള്ള പർവ്വതങ്ങൾ, മഞ്ഞുമൂടിയ നദികൾ, മാസങ്ങളോളം തണുത്തുറഞ്ഞു കിടക്കുന്ന പെർമാഫ്രോസ്റ്റ് എന്നിവ ഒമിയാഗോണിനെ ലോകത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി. ശൈത്യകാല താപനില ഇവിടെ സാധാരണമാണ്, -50°C ൽ താഴെയാണ്. ഈ സ്ഥലത്ത് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും മാരകമായ താപനില -71.2°C ആണ്. രസകരമെന്ന് പറയട്ടെ, ഒമ്യക് എന്ന പേര് ഈ മൂലത്തിൽ നിന്നാണ് വന്നത്. രസകരമെന്ന് പറയട്ടെ, ഒമ്യക് എന്ന പേരിന്റെ വേരുകൾ യാഗുത ഭാഷയായ ഓംബയിൽ നിന്നാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിന്റെ അർത്ഥം ഉറയാത്ത നദി അല്ലെങ്കിൽ ചൂടുനീരുറവ എന്നാണ്. സങ്കൽപ്പിക്കുക, ചൂടുവെള്ളവുമായി ബന്ധപ്പെട്ട പേരുള്ള ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള ഗ്രാമം. ഒമിയാഗോണിന്റെ മുഴുവൻ രഹസ്യവും ഈ വിരോധാഭാസത്തിലാണ്. ഒരു വശത്ത് ഹിമത്തിന്റെ രാജ്യം, മറുവശത്ത് ഭൂമിയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചൂട്. അവയ്ക്കിടയിൽ ഈ സ്ഥലത്തെ ഭൂപടത്തിലെ ഒരു ബിന്ദു മാത്രമല്ല, അവരുടെ വീട് എന്ന് വിളിക്കുന്ന ആളുകൾ ജീവിക്കുന്നു. ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള ഗ്രാമത്തിന്റെ യഥാർത്ഥ കഥ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇപ്പോൾ ചോദ്യം ഉയരുന്നു, ലോകം ഇത്ര വിശാലമാകുമ്പോൾ ആരെങ്കിലും എന്തിനാണ് -70°C ൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? ഒമിയാക്കോൺ നിവാസികൾക്ക് ഇത് വെറുമൊരു തണുത്ത സ്ഥലമല്ല, അവരുടെ സ്വത്വവും വേരുകളും പൈതൃകവുമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നാടോടികളായ വേട്ടക്കാരും റെയിൻഡിയർ മേക്കപ്പുകാരും ഈ താഴ്വരകളിൽ എത്തി. ഇവിടുത്തെ നദികൾ അവർക്ക് മത്സ്യം നൽകി, കാടുകൾ ഇര നൽകി, മഞ്ഞുമൂടിയ ഭൂപ്രകൃതി അവരെ പഠിപ്പിച്ചത് നമ്മുടെ ചിന്തകളിലാണ് പരിധികൾ കിടക്കുന്നതെന്ന്. കാലക്രമേണ, കാലാവസ്ഥയിൽ മാത്രമല്ല, ഇവിടെ ചെറിയ വാസസ്ഥലങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. സോവിയറ്റ് കാലഘട്ടത്തിൽ റെയിൻഡിയർ ഇടയന്മാർ, വേട്ടക്കാർ, ജയിൽ ക്യാമ്പുകൾ എന്നിവരുടെ ഒരു മാർഗമായി ഈ പ്രദേശം ഇടയ്ക്കിടെ ഉപയോഗിച്ചിരുന്നു. ഇന്ന് ഒമിയാക്കിൽ ഏകദേശം 100 പേർ താമസിക്കുന്നു. അവർക്ക് വലിയ മാളുകളോ ഹൈവേകളോ വലിയ ആശുപത്രികളോ തിളങ്ങുന്ന കെട്ടിടങ്ങളോ ഇല്ല. എന്നിട്ടും അവർ ഇവിടെ താമസിക്കാൻ തിരഞ്ഞെടുക്കുന്നു. എന്തുകൊണ്ട്? കാരണം അവർക്ക് ഇവിടുത്തെ ഓരോ മഞ്ഞുമൂടിയ മതിലും ഓരോ കഥയാണ്. തണുത്തുറഞ്ഞ ഓരോ നദിയും ഒരു പാരമ്പര്യമാണ്. ഓരോ തണുത്ത രാത്രിയും അവരുടെ പൂർവികരുടെ ഓർമ്മകളാണ്. ചില യുവാക്കൾ തീർച്ചയായും മെച്ചപ്പെട്ട സൗകര്യങ്ങളും സുഖസൗകര്യങ്ങളും തേടി നഗരങ്ങളിലേക്ക് മാറുന്നുണ്ട്. എന്നാൽ താമസിക്കുന്നവർക്ക് ഒമിയാഗോൺ ഒരു ഗ്രാമം മാത്രമല്ല. ഞാൻ ആരാണ്? ഇതാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം. ഈ അഭിനിവേശമാണ് എല്ലാ ദിവസവും ഈ അസഹനീയമായ തണുപ്പിനെ നേരിടാൻ അവർക്ക് ശക്തി നൽകുന്നത്. ഒമിയാഗോണിൽ പ്രഭാതം എന്നാൽ പ്രഭാത സൂര്യനെയല്ല, മറിച്ച് ശീതീകരിച്ച ഗ്ലാസിൽ കട്ടിയുള്ള ഐസ് പാളിയാണ് അർത്ഥമാക്കുന്നത്. പുതപ്പുകൾ ഊരിമാറ്റുന്നതിനു മുൻപ് തന്നെ സ്റ്റു കത്തിച്ചു വയ്ക്കുന്നതിലൂടെയാണ് ഇവിടെ ജീവിതം ആരംഭിക്കുന്നത്. കാറുകളും ട്രക്കുകളും പലപ്പോഴും 24 മണിക്കൂറും ഓടിക്കൊണ്ടിരിക്കും, കാരണം എഞ്ചിൻ നിർത്തിയാൽ തണുപ്പ് വളരെ മോശമായി ബാധിക്കും. അത് വീണ്ടും ആരംഭിക്കാൻ ഏതാണ്ട് അസാധ്യമായിരിക്കും. വീടുകൾക്ക് കട്ടിയുള്ള ചുവരുകളുണ്ട്, മരവും ഇൻസുലേഷനും നിറഞ്ഞതാണ്. ഒന്നിലധികം പാളികളുള്ള ജനാലകൾ, തറയ്ക്ക് താഴെ അധിക ഇൻസുലേഷൻ, ഉള്ളിലെ ചെറിയ ചൂട് ഒരു നിധിയായി മാറാൻ അനുവദിക്കുന്നു. വെള്ളത്തിനായി ലളിതമായ പ്ലംബിംഗ് സംവിധാനമൊന്നുമില്ല. ചൂടുള്ള രാജ്യങ്ങളിലെ ജീവിതത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന നദികൾ മാസങ്ങളോളം തണുത്തുറഞ്ഞിരിക്കും. ആളുകൾ മഴുവും അറക്കവാളും ഉപയോഗിച്ച് നദിയുടെ തണുത്തുറഞ്ഞ ഉപരിതലം പിളർത്തുന്നു. അവർ വലിയ ഐസ് കഷ്ണങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അവ ചൂടാക്കുന്നു. അപ്പോൾ മാത്രമേ അവർക്ക് കുടിക്കാനും പാചകം ചെയ്യാനും കുളിക്കാനും അനുയോജ്യമായ വെള്ളം ലഭിക്കൂ. മനുഷ്യർക്ക് എത്രത്തോളം പൊരുത്തപ്പെടാൻ കഴിയുമെന്ന് ഈ സ്ഥലം നമ്മെ പഠിപ്പിക്കുന്നു. പ്രകൃതി വളരെ ശക്തമാണ്. അപ്പോൾ ഈ ഗ്രാമത്തിന്റെ തണുപ്പ് നിങ്ങളുടെ ചർമ്മത്തിൽ അനുഭവിക്കാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിക്കുമോ? ഒമിയാക്കളുടേതായ ഈ അതുല്യമായ ലോകം നിങ്ങൾക്ക് രസകരമായി തോന്നിയെങ്കിൽ ദയവായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.